നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാചകവാതക പ്രതിസന്ധിയാണ് വലിയ രീതിയിൽ ഇന്ത്യയെ ബാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാചകവാതക പ്രതിസന്ധിക്കിടെ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം തുടരുകയാണ്. പല ഹോട്ടലുകളും അവരുടെ വിഭവങ്ങളൊക്കെ ചുരുക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മുന്നോട്ട് പോകാൻ യാതൊരു സാഹചര്യവും ഇല്ലാതെ അടച്ചുപൂട്ടുന്ന ഹോട്ടലുകളുണ്ട്. ബദൽ സംവിധാനങ്ങൾ തേടുന്ന ഹോട്ടലുകളുണ്ട്. ബദൽ സംവിധാനങ്ങൾക്ക് കേന്ദ്രം തന്നെ അനുമതി നൽകിയിരിക്കുന്നു. LPGക്ക് പുറമെ മറ്റ് ഇന്ധനങ്ങൾ കൂടി ഉപയോഗിക്കാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഹോട്ടൽ മേഖലയിൽ അടക്കം നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ പറ്റും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കൽക്കരി, മണ്ണെണ്ണ തുടങ്ങിയ മറ്റ് മാർഗങ്ങൾ, ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പാചകത്തിന് ഇവ ഉപയോഗിക്കാനുള്ള ഇളവാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗാർഹിക സിലിണ്ടറുകൾക്ക് പ്രതിസന്ധിയില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുകയാണ്. ആഭ്യന്തര ഉൽപാദനം 28% വർദ്ധിപ്പിച്ചു എന്നതാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ സിലിണ്ടർ ബുക്കിംഗിനുള്ള ഇടവേള 45 ദിവസമായും നഗരപ്രദേശങ്ങളിൽ 25 ദിവസമായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ എല്ലായിടത്തും 25 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമായി ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അത് ഗ്രാമപ്രദേശങ്ങളിൽ മറ്റ് വിറക് ഉപയോഗിക്കാനൊക്കെയുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമായി ദീർഘിപ്പിക്കുകയും നഗരപ്രദേശങ്ങളിൽ അത് 25 ദിവസമായി നിലനിർത്തുകയും ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഫ്ളാറ്റിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അവർക്ക് വിറകടുപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് 25 ദിവസം എന്ന നിലനിർത്തിക്കൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങൾ അത് 45 ദിവസമായി ദീർഘിപ്പിച്ചിരിക്കുന്നു. വിഷയം പാർലമെന്റിലും വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കുകയാണ്. ഇടതുപക്ഷം ആ വിഷയം ഇന്ന് സഭയിൽ ഉന്നയിച്ചു. ഇന്നലെയും ആ സഭയിൽ ആ വിഷയങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അതിൽ സംസാരിക്കുന്നത് കണ്ടതാണ്. ഇന്നും ലോക്സഭ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ബഹളത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമാണ്. എന്തായാലും വലിയ പ്രതിസന്ധി ഈ LPGയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാന നഗരങ്ങളിലൊക്കെ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങിയത് 3 ദിവസം മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴും സമാനമായ സാഹചര്യങ്ങൾ തുടരുകയാണ്. കേരളത്തിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ്. വാണിജ്യ LPG സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായതോടെ തിരുവനന്തപുരം ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. വിറകടുപ്പിലേക്ക് മാറുന്നതിൽ പ്രായോഗിക തടസ്സമുള്ളതിനാൽ നഗരപ്രദേശങ്ങളിലെ ഹോട്ടലുകളുടെ പ്രവർത്തനമാകെ അവതാളത്തിലാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്നത് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല. അതുകൊണ്ട് തന്നെ മറ്റ് ബദൽ മാർഗങ്ങളൊക്കെ ഒഴിവാക്കിയ ഹോട്ടലുകളാണ് നഗരപ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ജോലി സംബന്ധമായി തങ്ങുന്ന സിറ്റി കൂടിയാണ്. അപ്പോൾ വലിയ രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ ഹോട്ടലുകൾ ഭക്ഷണം നൽകാതെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് ജനജീവിതത്തെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ്. എന്തായാലും സാരംഗ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. വലിയ രീതിയിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സാഹചര്യം സാരംഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹോട്ടൽ മേഖലയാണ് പ്രധാനമായും ബാധിച്ചത്. അതിൽ കൂടുതൽ നമ്മൾ വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് 40 വർഷത്തോളമായി ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഉടമ തന്നെ നമ്മോട് പ്രതികരിക്കും. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ, ആറ്റുകാല് പൊങ്കാലാന്ന് 2 സിലിണ്ടർ കിട്ടി. അതിനെ കുറച്ച് വെച്ചിട്ട് കാപ്പി മാത്രം ഉണ്ടാക്കി, സാമ്പാറും കുന്നണ്ടി മാത്രം റെഡിയാക്കി, ഇഡലി റെഡിമെയ്ഡായിട്ടുള്ള മാത്രമേ റെഡിയാക്കുന്നുള്ളൂ. അല്ലാതെ ദോശകൾ കത്തിക്കാനോ, പൂരയെടുപ്പ് കത്തിക്കാനോ, ചായ അടുപ്പ് കത്തിക്കാനോ ആണെങ്കിൽ ഒറ്റ ദിവസം സിലിണ്ടർ തീരും. സാർ ഒന്ന് കാണാൻ ചായ അടുപ്പ് അണച്ചിട്ടിരിക്കുകയാണ്. സാറ് കണ്ടല്ലോ, ദോശ നിർത്തി, അപ്പോൾ ഒന്നുമില്ല കൊടുക്കാൻ. ഒരു കാലാവസ്ഥ അങ്ങനെ ഇതിനെ നീണ്ടുപോയാൽ ഞങ്ങൾ ജീവിക്കാനുള്ള മാർഗമില്ല. ഇത് വെച്ചാണ് എൻ്റെ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഞാനും എൻ്റെ ഭാര്യയാണ് അവിടെ ജോലിക്കാരെ ആരില്ല, എല്ലാം പറഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ എങ്ങനെ ഇത് നീണ്ടുപോകോ എങ്ങനെയാണെന്ന്. നേരത്തെ 3 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റ പയ്യനുണ്ട്, അവൻ ഇന്ന് പോകും. പക്ഷെ ജോലിയില്ല, ജോലിയില്ല. ഗ്യാസ് ഉണ്ടെങ്കിലെല്ലാം ജോലി ചെയ്യാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവ് മാത്രം റെഡിയാക്കി വെച്ചിരിക്കുന്നു. വിറകടുപ്പ് അങ്ങനെ എന്തെങ്കിലും? വിറകടുപ്പ് വയ്ക്കാനുള്ള സൗകര്യം ഇതിനകത്തില്ല. ഈ സെഡാണ്, കത്തിച്ചാൽ എല്ലാം കൂടി കത്തിക്കും. പിന്നെ പൊല്യൂഷൻ പ്രശ്നവും കൂടി ഉണ്ട്. അടുത്തുള്ള കടയിലൊക്കെ കംപ്ലൈന്റ് ചെയ്താൽ കാർപ്പറേഷൻ അരിശീൽ വെച്ച് പോകും. അതുകൊണ്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം നമ്മുടെ അടുത്ത് ഇല്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. വിറകടുപ്പിലേക്ക് മാറുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എല്ലാവർക്കും. കാരണം നഗരപ്രദേശങ്ങളിലടക്കം വിറകടുപ്പിലുള്ള സാഹചര്യം ഉണ്ടാകില്ല. മാത്രമല്ല ഗ്യാസിൽ ഈ ഒരു പാചകം ചെയ്ത് പരിശീലിച്ചിട്ടുള്ള പുതിയ തലമുറയിലെ പാചകക്കാർക്ക്
പെട്ടെന്ന് വിറകടുപ്പിലേക്കും മറ്റും മാറുമ്പോൾ അത് അത്ര എളുപ്പമല്ല. കാരണം ഹോട്ടൽ ഭക്ഷണം എന്ന് പറയുമ്പോൾ രുചികരമായിരിക്കണം, എന്നാൽ മാത്രമേ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ ഐറ്റങ്ങളിലേക്ക് കുറയുമ്പോൾ പോലും ആ ഒരു രുചികരമല്ലാത്ത ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അത് വ്യവസായത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരം ജില്ലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് PGs, അതായത് ഈ കോർപ്പറേറ്റ് മേഖലകളിലും പിന്നെ ടെക്നോ പാർക്കിലടക്കമുള്ള ജീവനക്കാർ താമസിക്കുന്നത് പേയിങ് ഗസ്റ്റ് ആയിട്ടാണ്. ഭക്ഷണവും ഒപ്പം താമസവും അടക്കം നൽകിക്കൊണ്ടാണ്. അവിടങ്ങളിലും ഈ ഗ്യാസിന്റെ ലഭ്യതക്കുറവ് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹോട്ടൽ മേഖലയും കാറ്ററിംഗ് മേഖലയും കഴിഞ്ഞ ദിവസം അടക്കം പ്രതികരണം വന്നായിരുന്നു. ഇഫ്താർ, അതായത് റമദാൻ ആണ് ഇപ്പോൾ, ആ സമയത്ത് ഇഫ്താർ സംഘടിപ്പിക്കും വിവിധ മേഖലകളിൽ. അവിടെ അടക്കം ബുക്ക് ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളിലും ഈ ഒരു ഇഫ്താർ നടത്താൻ പറ്റാത്ത സാഹചര്യം. ഒപ്പം തന്നെ കല്യാണ ഓർഡറുകൾ അടക്കം വലിയ പ്രതിസന്ധിയാണ് അവിടെയൊക്കെ അനുഭവപ്പെടുന്നത്. നഗരപ്രദേശങ്ങളിലെ ഹോട്ടലുകൾ പലതും ഇതുപോലെ അടച്ചുപൂട്ടലിന്റെ വക്കിൽ തന്നെയാണ്. വിഭവങ്ങളൊക്കെ കുറച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ചില ഹോട്ടലുകൾ കാണാം. എന്തായാലും ദിവസം കൂടുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ പ്രതിസന്ധി രൂക്ഷമായതോടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം നൽകുന്ന ഇടങ്ങളിലും മറ്റുമൊക്കെ സാധ്യമായ ഇടങ്ങളിലൊക്കെ ഈ ബദൽ സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട് ഹോട്ടലുകൾ. ബദൽ മാർഗങ്ങളിലേക്ക് തിരിഞ്ഞ ഹോട്ടലുകൾ നിരവധിയുണ്ട്. അവർ ഈ ബദൽ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള വിറകടുപ്പുകളാണല്ലോ. അപ്പോൾ ഹോട്ടലുകൾ അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഇത് ലഭ്യമല്ലാത്ത സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. ആവശ്യക്കാരേറെ എത്തുന്നു ഇതുപോലെയുള്ള ബദൽ അടുപ്പുകൾ തേടി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വലിയ വിറകടുപ്പുകൾക്ക് ബുക്ക് ചെയ്താൽ 2 മാസം വരെ കാത്തിരിപ്പ് കാലയളവുണ്ട്. അതുകൊണ്ട് തന്നെ അതും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇനി 2 മാസം കാത്തിരുന്ന് അടുപ്പ് കൊണ്ടുവന്ന് ഹോട്ടലുകളിൽ അവരുടെ പ്രവർത്തനം തുടരുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. പാചകവാതക പ്രതിസന്ധി വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നത് ഹോട്ടൽ മേഖലയിലാണ്. അതുകൊണ്ട് അതിനൊരു ബദൽ മാർഗങ്ങൾ എന്ന രീതിയിൽ പലരും പല ആശയങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. നമ്മളുള്ളത് വിറക് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ അത് ഹോട്ടൽ മേഖലയിലെ ഒരു പാചക രംഗത്ത് അവിടെ ഉപയോഗം സൃഷ്ടിക്കുന്ന ചില അടുപ്പുകളുണ്ട്. അത്തരം കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നതാണ്. ഇത് കൊച്ചിയിലെ അങ്ങനെയുള്ള ഒരു ഏജൻസിയാണ്, തിരുവള്ളൂർ വുഡ് സ്റ്റൗ എന്ന് പറയുന്ന ആ ഒരു ഏജൻസിയാണ്. ഇതിൽ പ്രകാരം ഇതിൽ പല രീതിയിലുള്ള പല മോഡലുകൾ ഇവിടെയുണ്ട്. ഈ രീതിയിൽ ദോശ തവ മോഡലുകൾ, അങ്ങനെ ഹോട്ടലുകളിലേക്ക് സൃഷ്ടിക്കുന്ന പല ഉപയോഗം കാണിക്കുന്ന പല മോഡലുകളാണ്. 42,000 മുതൽ 1 ലക്ഷത്തിലധികം രൂപ വില വരുന്ന പല രീതിയിലുള്ള മോഡലുകൾ. ഇതൊക്കെ വലിയ രീതിയിലേക്ക് ഉപയോഗം ചെയ്യുന്ന മോഡലുകളാണ്. അപ്പോൾ അത്തരം മോഡലുകളിൽ അന്വേഷിച്ചുകൊണ്ട് ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു കടകളിലാണ് നമ്മളുള്ളത്. നിങ്ങൾ ഹോട്ടൽ നടത്തുകയാണ്, എന്താണ് ബിസിനസ്? നമ്മൾ ചിപ്സ് ഷോപ്പാണ്. ചിപ്സ് പാചകവാതം കിട്ടാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. അതെ ഉണ്ട്. എന്താണ് ഈ സ്ഥലങ്ങളുടെ സാധ്യത? ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരുന്നു. പക്ഷെ ഇത് 2 മാസത്തേക്ക് ബുക്കിംഗ് ആണ്. ബുക്കിംഗ് കൂടുതലാണ്. ഇപ്പൊ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് എല്ലാം ഔട്ടായെന്ന് ഇവര് പറയണത്. ഇനി 2 മാസം കഴിഞ്ഞാൽ കിട്ടുള്ളൂ. 2 മാസത്തിന് ശേഷം കിട്ടുള്ളൂ. 2 മാസം, അതെ 2 മാസത്തേക്കുള്ള ബുക്കിംഗ് ഇപ്പൊ കംപ്ലീറ്റ് ഫുൾ ആണെന്ന് പറയുന്നത്. അതിനുശേഷം പക്ഷെ നമ്മളെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റില്ല. ഇല്ല. ഇപ്പത്തെ ഗ്യാസിന്റെ ഈ ഇഷ്യൂസ് ബദൽ മാർഗങ്ങൾ തേടി എത്തുന്നവരെയാണ് നമ്മൾ ആ റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വിറകടുപ്പുകൾ വിപണികളിൽ ഉണ്ട്. അത് തേടി എത്തുന്നവരാണ്. വ്യവസായം മുന്നോട്ട് പോകണമല്ലോ, ബിസിനസ് മുന്നോട്ട് പോകണമല്ലോ, അത് തേടി എത്തുന്നവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നതും. എന്തായാലും ഹോട്ടലുകളാണ് ആദ്യഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.